35 പ്രതികളാണ് മൊത്തം ഉള്ളത്. അതിലൊരു എതിർകക്ഷിയുടെ പേര് അനിയത്തി പറഞ്ഞപ്പോൾ, പ്രൊഫസർ PJ കുര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ വലിയ ബഹളമാണ് നാട്ടിലുണ്ടാകുന്നത്. എന്തു പറയുന്നു? എന്നെ പീഡിപ്പിച്ച സമയത്ത് അദ്ദേഹം വലിയ ആളെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പത്രത്തിൽ കണ്ടു, തിരിച്ചറിഞ്ഞു. അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വലിയൊരാളാന്നുള്ള കാര്യം. രാഷ്ട്രീയക്കാർ പറഞ്ഞതനുസരിച്ചാണ് ആ പേര് അനിയത്തി പറയുന്നത് എന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? എന്നെ കൊണ്ട് ആരും, ഒരു രാഷ്ട്രീയക്കാരും എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതല്ല. എന്നെ പീഡിപ്പിച്ച സമയത്ത് ഈ 35 പ്രതികളും പീഡിപ്പിച്ച സമയത്ത് ഈ ഇദ്ദേഹവും എന്നെ വന്ന് പീഡിപ്പിച്ചു എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലീസുകാരോട് മുഴുവനും പറഞ്ഞതാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരോട് മുഴുവനും പറഞ്ഞതാണ്. ഇവരാരും കേട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ? 17 കൊല്ലമായിട്ട് PJ കുര്യനെ അനിയത്തിയും അനിയത്തിയുടെ വീട്ടുകാരും വേദനിപ്പിക്കുന്നു എന്നാണ്. ഈ 17 വർഷം ഞാൻ അനുഭവിച്ച വേദനകൾക്കൊന്നും ഇവർക്കൊന്നും ഉത്തരവും പറയാനില്ല. 17 വർഷമായിട്ട് ഞാൻ തന്നെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 40 ദിവസം ഈ പ്രതികൾ എന്നെ വേദനിപ്പിച്ചതും ഞാൻ അനുഭവിച്ച വേദനകളും ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ഈ 17 വർഷത്തിനുള്ളിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഓപ്പറേഷൻ, അവരുടെ അസുഖങ്ങൾ, ഇതിനോടിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് 6 പ്രാവശ്യം ഓപ്പറേഷൻ നടത്തി, ഇതിനോടിടയ്ക്ക് എൻ്റെ അപ്പന് 2 പ്രാവശ്യം ഓപ്പറേഷൻ നടത്തി. ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞാൻ തന്നെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത്, അതുപോലെ ഇത് അന്വേഷിച്ച CB മാത്യൂസ് സൂചിപ്പിക്കുന്നത് എല്ലാം കുര്യനെ പോലെ തന്നെ ഉള്ള വേറൊരാളുണ്ട്. കുര്യൻ സാറിനെ പോലെ തന്നെ കണ്ടാൽ തോന്നുന്ന അയാളായിരിക്കും തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നു. എനിക്ക് യാതൊരു വിധത്തിൽ എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. അന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന ഇദ്ദേഹം എന്നെ കുമളി ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അന്ന് എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും. മാത്രമല്ല, അങ്ങനെ അതേപോലെ വേറൊരാളാണെങ്കിൽ ആളെ പോലീസ് കണ്ടുപിടിക്കേണ്ടതാണ് അല്ലേ? കണ്ടുപിടിക്കേണ്ടതാണ്. ഈ 35 പ്രതികളെ ഞാൻ തിരിച്ചറിയപ്പെടലിൽ നിന്ന് തിരിച്ചറിഞ്ഞതുമാണ്. തിരിച്ചറിയപ്പെടൽ കൊണ്ട് നിർത്താനും ആവശ്യപ്പെട്ടതാണ്. അതൊന്നും ഇവർ തയ്യാറായിട്ടില്ല. ഇങ്ങനെ വലിയൊരാളെ തിരിച്ചറിയപ്പെടലിൽ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്, പോലീസുകാർ പറയുന്നത്. അങ്ങേരുടെ പേര്, കുര്യൻ സാറിൻ്റെ പേര് പറഞ്ഞാൽ ഈ കേസ് തന്നെ ഇല്ലാതായി പോകും എന്ന് പോലീസുകാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചില പോലീസുകാർ, പ്രത്യേകിച്ച് CB മാത്യൂസൊക്കെ അനിയത്തിയോടും അനിയത്തിയുടെ വീട്ടുകാരോടും പറഞ്ഞതായിട്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ചിലർ ആരോപിച്ച് കണ്ടു. എൻ്റെ പപ്പ ഈ കേസ് തിരിച്ചറിഞ്ഞപ്പോഴത്തേനും, ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോഴത്തേനും പരാതിയായിട്ട് പോലീസുകാരുടെ അടുത്ത് ചെന്നതാണ്. കേസ് എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ പപ്പായെ അവഹേളിച്ചാണ് പോലീസുകാർ തിരിച്ചയച്ചത്. എന്നിട്ടാണ് അത് പരാതി സ്വീകരിക്കാഞ്ഞിട്ടാണ് അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കും അന്നുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിക്കും എല്ലാവർക്കും പരാതി കൊണ്ടുപോയി കൊടുത്തത്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ, ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു പരാതി എവിടെന്നെങ്കിലും വരുന്നു, അയാൾ നിഷേധിക്കുന്നു, പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ പെട്ടെന്ന് ചെയ്യുക, നുണപരിശോധന നടത്തും. ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ കുര്യൻ സാറിൻ്റെ നുണപരിശോധന നടത്താൻ അല്ലേ വേണ്ടത്? അങ്ങനൊരു ആവശ്യമുണ്ടോ? പോലീസുകാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ചെയ്താൽ സത്യം പുറത്തു വരില്ലേ? സത്യം പുറത്തു വരും. കുര്യൻ സാറിനെ നുണപരിശോധന നടത്തിയാൽ കുര്യൻ സാറിൻ്റെ കള്ളം പുറത്തു വരും എന്ന് വിചാരിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? കുര്യൻ സാറ് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ പീഡിപ്പിച്ചത് അദ്ദേഹമാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ആ പുള്ളിക്കാരൻ അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ വലിയൊരു ഉന്നത പദവിയിലിരിക്കുന്ന അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. അത് അവർ വലിയ ആൾക്കാർ ഉപദ്രവിച്ചാൽ അത് പുറത്താരും പറയരുതെന്നുള്ളതാണ് ഇന്ന് എനിക്ക് കിട്ടിയ അനുഭവം. അത് സഹിച്ചോണം. CB മാത്യൂസ് അന്വേഷിച്ച CB മാത്യൂസ് ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ പറഞ്ഞത്, പഴയ മുഖ്യമന്ത്രി നായനാർ ആണ് കുര്യൻ സാറിനെ പ്രതിയാക്കണ്ട എന്ന ഒരവസ്ഥ അനുവദിച്ച് നായനാരാണ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന CB മാത്യു സാറിനോട് ഞാൻ തുറന്ന് പറഞ്ഞതാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചതെന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഈ പറയുന്ന CB മാത്യു അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നാണ് എന്നോട് പറയുന്നത്. ഈ കേസൊക്കെ വന്ന് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ സർക്കാർ ഒരു ജോലി തന്നു. ആ ജോലി സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ടോ? ആ ജോലിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് ശ്രമിച്ചു. ഇനി ഒരു കള്ളക്കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റേതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ. ആ കള്ളക്കേസിൽ കുടുക്കിയത് തന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാറ്
മോശമായി പെരുമാറി, അതിനെതിരെ പരാതിപ്പെട്ടു, അതിന് പിന്നാലെയാണ് എന്ന് വാർത്തയുണ്ടായിരുന്നു. അങ്ങനെയാണോ? ഈ പണം നഷ്ടപ്പെട്ടപ്പോഴും ഇവരൊന്നും ഇതൊന്നും അന്വേഷിച്ചിരുന്നില്ല. ഈ റെസീറ്റ് ബുക്ക് കാണാതെ പോയി തപ്പിയെടുത്ത് കൊടുത്തു. അത് വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവരെന്നോട് പറയുന്നത് പൈസ ബാങ്കിൽ വന്നിട്ടില്ല, അത് അടച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിപ്പിൽ അടപ്പിച്ചത്. അത് ആ സമയത്ത് ഈ സുപ്രീം കോടതിയിൽ കേസ് കേസ് കിടക്കുകയാണ് സുപ്രീം കോടതിയിൽ. അതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന ആരോപണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവിടുത്തെ ഒരു സാറിനോട് സാറ് മോശമായിട്ട് പെരുമാറുകയും അതിനെതിരെ പരാതിപ്പെടുകയും അങ്ങനൊരു കാര്യം ഉണ്ടായോ? അതിൻ്റെ പേരിൽ വാക്കാൽ പരാതിപ്പെട്ടിരുന്നു. അന്നും അതിൻ്റെ പുറകെ പോകാൻ പറ്റിയില്ല. ആ സാറൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ ഇങ്ങനൊരു കേസ് കുത്തിപ്പറ്റിയത്? അതിന് ശേഷമാണ് പകർന്ന കേസ് വന്നതും എല്ലാം വന്നതും. ഈ കേസൊക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്? കേസ് നടത്തിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ പേര് സസ്പെൻഷനായി. അതിൻ്റെ പകുതി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പപ്പായുടെ പെൻഷനും പിന്നെ നല്ല കുറേ പേരുടെ സഹായം. സാമ്പത്തിക വിഷമങ്ങളുണ്ടോ വീട്ടിൽ? സാമ്പത്തികമായിട്ട് ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ പപ്പായുടെ പെൻഷനും എൻ്റെ ശമ്പളവും കൊണ്ടാണ് ഇപ്പം കഴിഞ്ഞു പോകുന്നത്. ഒരു ചേച്ചിയില്ലേ? ചേച്ചിയുണ്ട്. ചേച്ചിക്ക് എന്താ ജോലി? ചേച്ചി നേഴ്സാണ്. ഇപ്പം കയറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ചേച്ചിക്ക് എത്ര വയസ്സായി? ചേച്ചിക്ക് ഇപ്പോൾ 35 വയസ്സ്. അനിയത്തിക്ക്? എനിക്ക് 32. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല? രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആലോചനകൾ വന്നിരുന്നോ ചേച്ചിക്ക്? പക്ഷേ ഈ കേസിൻ്റെ പേരിൽ അനിയത്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരേ ഒരു കാരണത്തിൻ്റെ പേരിൽ അതും കല്യാണം കഴിക്കാതെ നിൽക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സമാധാനം കണ്ടെത്തുന്നത്? സമാധാനം കണ്ടെത്തുന്നത് ഒന്നില്ലെങ്കിൽ TV കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വായിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. പ്രാർത്ഥനയിൽ എന്താണ് ദൈവത്തോട് പറയുന്നത്? നീതി കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസമാധാനം കിട്ടണേ എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. വേദപുസ്തകം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഏത് ഭാഗമാണ് കൂടുതൽ വായിക്കാറ്? എല്ലാ ഭാഗങ്ങളും. ഏതെങ്കിലും പ്രാർത്ഥനയോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ? സ്ഥിരം പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? സങ്കീർത്തനത്തിന് 35-ാമത്തെ അധ്യായം സ്ഥിരം വായിക്കാറുണ്ട്. ആ അധ്യായത്തിന് എന്താ പ്രത്യേകത? നീതി കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കാറ്. നീതി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന വരുന്ന ഒരു ഭാഗമാണോ അത്? അതെ. അതൊന്ന് വായിക്കാമോ? കർത്താവേ, എന്നിൽ കുറ്റം ആരോപിക്കുന്നവരിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ. എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ. ഈ അനിയത്തിയോടുള്ള കൂടുതൽ ചോദ്യങ്ങൾ മറ്റൊരു പീഡനമായി മാറുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ നിങ്ങൾക്കും വ്യക്തമാവുന്നുണ്ടാകും. അതുകൊണ്ട് ഈ കുട്ടിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന സങ്കടകരമായ കൃത്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു.